ഹായ് ഗായ്സ്. ഇന്ന് ഒത്തിരി ലേറ്റായി. ഒരു ക്വിക്ക് വീഡിയോ ആണ്. വേറൊന്നുമല്ല, സഡൻലി ഇന്ന് കുറേ മെസ്സേജസും കോൾസും വരാൻ തുടങ്ങി ഫ്രം ഫ്രണ്ട്സ് ബാക്ക് ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ ഇവിടെ ഉള്ള ഫ്രണ്ട്സ് ഒക്കെ എന്തോ ഒരു പാനിക് മോഡ്. UK ഇമിഗ്രേഷൻ റൂൾസ് മാറുകയാണോ, കെയർ വർക്കേഴ്സിൻ്റെ വിസകൾ നിർത്തുവാണോ, കെയർ വർക്ക് വിസ നിർത്തുകയാണോ, അതുപോലെ തന്നെ ഇവിടെ ഉള്ളവർക്ക് PR ഇനിയും കിട്ടാൻ 10 വർഷം എടുക്കുമോ, അങ്ങനെ കുറേ കുറേ ക്വസ്റ്റ്യൻസ്. അപ്പം ഐ വാസ് വണ്ടറിങ് ലൈക്ക് ഹൗ കം ഒരു പെട്ടെന്നൊരു ഒരു പാനിക് എവിടെ നിന്നാണ് ഈ വരുന്നതെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ, അതായത് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പബ്ലിഷ് ആയിട്ടുണ്ട്. ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ റൂൾസിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന ചേഞ്ചസുകൾ സജസ്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ഡോക്യുമെൻ്റാണ് ഈ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിയർ സ്റ്റാമർ ഈസ് പ്ലാനിങ് ടു സബ്മിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പാർലമെൻറ്റ്. അപ്പോൾ അതവിടെ കിയർ സ്റ്റാമർ എന്ന് വെച്ചാൽ നമ്മുടെ UK പ്രൈം മിനിസ്റ്റർ, അത് കഴിഞ്ഞിട്ട് ഈ പാർലമെൻറ്റിൽ അത് അപ്രൂവ് ആയെങ്കിൽ മാത്രമേ റൂൾ ചേഞ്ചസ് ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഇപ്പം സഡൻലി അതൊരു റൂൾ അങ്ങ് ഒരാൾക്ക് തോന്നിയാൽ മാറ്റാൻ പറ്റില്ല. കാരണം റീസെൻ്റ്ലി ഉള്ളി ഒരു ഐ തിങ്ക് യു ഗൈസ് നോ, ഇപ്പോൾ ഒരു റൂൾ ചേഞ്ച് കഴിഞ്ഞതേ ഉള്ളൂ. കെയർ വർക്കേഴ്സിൻ്റെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല. അതിനോട് ചേർന്ന് തന്നെ കുറേ സെറ്റ്സ് ഓഫ് റൂൾസ് ചേഞ്ച് ചെയ്തിരുന്നു ഇമിഗ്രേഷൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, വാട്ട് എവർ റൂൾ, അതായത് കെയർ വർക്കേഴ്സിൻ്റെ വിസ നിർത്തുകയാണെന്നോ അതുപോലെ തന്നെ 10 വർഷം കഴിഞ്ഞ് PR കിട്ടുള്ളൂ എന്നോ എന്തോ ആയിക്കോട്ടെ, അത് മാത്രമല്ല, അത് കൂടുതൽ കുറേ കാര്യങ്ങൾ ആ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ഡിസ്കസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഡിപ്പെൻഡൻറ്റ് വിസയിൽ വരുന്നവരുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ വർക്ക് പെർമിറ്റ് ഹോൾഡർ, അതല്ലെങ്കിൽ മെയിൻ വിസ ഹോൾഡറിൻ്റെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി പ്രൂഫ് മാത്രമേ ചോദിച്ചിരുന്നുള്ളൂ. പക്ഷേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ, അവർ വരുന്നത് വർക്ക് പെർമിറ്റിലാണെങ്കിൽ തീർച്ചയായിട്ടും ദേ നീഡ് ടു ഹാവ് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി എന്നുള്ളത് 100% ആവശ്യമുള്ളതാണ്. പക്ഷേ അവരുടെ കൂടെ വരുന്ന ഡിപ്പെൻഡൻസും മോസ്റ്റ്ലി ഇമിഗ്രൻസ് ദേ ആർ കമ്മിങ് വിത്ത് ആൻ ഇൻറ്റൻഷൻ ടു വർക്ക്, അല്ലേ? നല്ലൊരു ശതമാനം ഡിപ്പെൻഡൻസും ഇവിടെ വന്ന് വർക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടാണ് വരുന്നത്. അത് ഇനി സ്റ്റുഡൻസിൻ്റെ ഡിപ്പെൻഡൻസ് ആയിക്കോട്ടെ, വർക്ക് പെർമിറ്റിൽ വരുന്നവരായിക്കോട്ടെ, ഡിപ്പെൻഡൻസ് വരുന്നത് മോസ്റ്റ്ലി വർക്ക് ചെയ്യാനാണ്. അപ്പം അവരുടെയും ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു റൂള് കൊണ്ടുവരാനായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്ന ഒരു കുട്ടി, ദോ ദ പേരൻസിൻ്റെ നാഷണാലിറ്റി UK ബ്രിട്ടീഷ് നാഷണാലിറ്റി അല്ലെങ്കിലും, ഒരു കുട്ടി ഇവിടെ ജനിച്ച് വളർന്ന് കുറേ കാലം ഇവിടുത്തെ ഒരു സിറ്റുവേഷനിൽ വളർന്നതാണെങ്കിൽ ആൻഡ് ദേ ആർ അപ്രോച്ചിങ് 18 years old, അവർക്ക് സെറ്റിൽമെൻറ്റ് സ്റ്റാറ്റസ് കൊടുക്കാനുള്ള പോസിബിലിറ്റീസ്, അങ്ങനെ കുറേ റൂൾ ചേഞ്ചസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷനിൽ ഏതെങ്കിലും കുട്ടികൾക്ക് ഇഫ് ദേ ഡിസീസ്, അവരുടെ പേരൻസിന് ഇവിടെ ക്വിക്ക്ലി സെറ്റിൽ ആവാനുള്ള പോസിബിലിറ്റീസ്, അങ്ങനെ അതുപോലെ തന്നെ ഏജ്ഡ് പേരൻസ്, അവരെ ഇപ്പം നാട്ടിലുള്ള ഏജ്ഡ് പേരൻസിനെ ഇവിടെ കൊണ്ടുവന്ന് സെറ്റിൽ ചെയ്യാനുള്ള പോസിബിലിറ്റീസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഒരു ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ ഡിസ്കഷനിലുണ്ട്. ആൻഡ് ലെറ്റ്സ് സീ വാട്ട്സ് ദ ഔട്ട്കം എന്നുള്ളത്. എസ്പെഷ്യലി ഇവിടെ എനിക്ക് തോന്നുന്നു പീപ്പിൾ ആർ ആസ്കിങ് ഫോർ സ്ട്രിക്റ്റർ ഇമിഗ്രേഷൻ പോളിസീസ്. അത് മെയിൻലി ഈ ലീഗലായിട്ടുള്ള ഇമിഗ്രേഷൻ അല്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ഇല്ലീഗൽ ഇമിഗ്രേഷൻസ് ഇല്ലീഗൽ ഇമിഗ്രൻസ് ഭയങ്കരമായിട്ട് പ്രോബ്ലംസ് നമ്മൾ ഇവിടെ എക്കോണമിക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഡിസ്കഷനിൽ വരുന്നത്. എസ്പെഷ്യലി ഇപ്പം UK റിഫോം UK എന്ന് പറഞ്ഞ പാർട്ടി, ദേ ആർ കമ്മിങ് ടു ദ ഫോർ ഫ്രണ്ട്. അവർക്കൊരു ദേ ആർ ക്യാച്ചിങ് അപ്പ് ദ പേസ്. അപ്പം കിയർ സ്റ്റാമർ ഹാവ് നോ ചോയ്സ്. ആളുടെ ആ ഒരു സോഫ്റ്റർ അപ്രോച്ച് ടു ദ ഇമിഗ്രേഷൻ മാറ്റിയേ പറ്റുള്ളൂ പിടിച്ച് നിൽക്കണമെങ്കിൽ. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ഇമിഗ്രേഷൻ റൂൾസ് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തും. കിയർ സ്റ്റാമർ ഈസ് ദ UK പ്രൈം മിനിസ്റ്റർ. ഹീസ് അണ്ടർ ഇമെൻസ് പ്രഷർ ടു കർബ് ഇല്ലീഗൽ ഇമിഗ്രേഷൻ. പക്ഷേ ഇല്ലീഗൽ ഇമിഗ്രേഷനാണ് ഏറ്റവും ഫോക്കസിൽ വരേണ്ടത്. പക്ഷേ അതന്നേരം ലീഗൽ ഇമിഗ്രേഷനെ കൂടെ അവർ തീർച്ചയായിട്ടും ദേ വിൽ ട്രൈ ടു കൺട്രോൾ. അപ്പം എന്തായാലും ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇറ്റ്സ് ജസ്റ്റ് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ.
അത് റൂളിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളിൽ എഗ്രി ചെയ്യുന്നു അല്ലെങ്കിൽ എഗ്രി ചെയ്യണില്ല, എന്തെല്ലാം റൂൾസ് വരും എന്നുള്ളത് വെയിറ്റ് ആൻഡ് വാച്ച്. അതിന് മുമ്പ് അനാവശ്യമായിട്ടുള്ള പാനിക്ക് വേണ്ട. ബട്ട് ഇറ്റ്സ് ട്രൂ. അതായത് ILR PR, അതായത് പെർമനൻറ്റ് റെസിഡൻസി 10 ഇയേഴ്സിലേക്ക് ആക്കണം എന്നൊക്കെയുള്ളത് വൈറ്റ് പേപ്പറിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഐ ബിലീവ്, അതായത് UK ഈസ് ഓൾവേസ്, UKയുടെ ഇമിഗ്രേഷൻ റൂൾസ് ഓൾവേസ് ഇവിടെ ഉള്ളവർക്ക് ഫേവറബിളായിട്ടാണ് ഇത്രയും കാലവും ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ഇമിഗ്രേഷൻ ക്ലിയർഡായി ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക് ഓൾവേസ് ഫേവറബിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഓൾറെഡി ഇന്നായിട്ടുള്ളവർക്ക് ഓൺ 5 ഇയർ വർക്ക് പെർമിറ്റ് ഓൾറെഡി UK എത്തിപ്പെട്ടവർക്ക് എനിക്ക് തോന്നുന്നില്ല അവർ ഈ ഒരു 10 ഇയർ ഇത് കൊണ്ടുവരുമെന്ന്. വിത്ത് മൈ പ്രീവിയസ് എക്സ്പീരിയൻസാണ് പറയുന്നത് കേട്ടോ. ഇതൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്, എക്കണോമിക് സിറ്റുവേഷൻ ആണ്. UK പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു എക്കോണമിക് സിറ്റുവേഷനാണ് പോകുന്നത്. സോ യു വിൽ നെവർ നോ എന്ത് പ്രഷറിലാണ് ഗവൺമെൻറ്റിൻ്റെയും ഡിസിഷൻസ് എടുക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഐ ബിലീവ് ഇവിടെ ഉള്ളവർക്ക് എന്തായാലും ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ റൂൾ ചേഞ്ച് വാട്ട് എവർ ദേ കെയിം ഇൻ ആ റൂൾസ് തന്നെ അപ്ലൈ ആവും. ബട്ട് ദോസ് ഹു ആർ നോട്ട് എറ്റ് ലാൻഡഡ്, അതായത് വർക്ക് പെർമിറ്റോ COSO അടിക്കാത്തവർക്കും ചിലപ്പോൾ പുതിയ റൂൾസ് ഇംപ്ലൈഡ് ആവും എന്ന് തോന്നുന്നു. So let's wait and watch, and I will update. Thank you.